ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും മേരി ക്രിസ്മസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കിച്ചണിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ചോക്ലേറ്റ് ഫ്രൂട്ട്സ് പ്ലം കേക്കാണ് തയ്യാറാക്കുന്നത്. പ്ലം കേക്ക് ഇല്ലാത്ത എന്ത് ക്രിസ്മസ് അല്ലേ? അപ്പം നല്ല അടിപൊളിയായിട്ടൊരു ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ഈ ഒരു കേക്ക് നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇതേ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം എന്താ നോക്കിക്കോളൂ, നമ്മുടെ ഈ ഒരു ഷുഗർ നന്നായിട്ടൊന്ന് കാരമലൈസ്ഡ് ആയി നമുക്കൊരു സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ കാരമലൈസ്ഡ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം, ചൂടുവെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ചൂടുവെള്ളം ആഡ് ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഇത്തിരി കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കാരമലൈസ്ഡ് ആയ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂണ് നമ്മുടെ ഗോൾഡൻ കിസ്മിസും ഒരു 2 to 3 ടേബിൾ സ്പൂണ് നമ്മുടെ ബ്ലാക്ക് റൈസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ ഒരു 1/2 കപ്പ് ഡേറ്റ്സ് ആണ് കേട്ടോ, അതും കൂടെ നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡേറ്റ്സിൻ്റെ കുരു എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 3 to 4 മിനിറ്റ് വരെ നന്നായിട്ട്, അത് ഏകദേശം ഒരു 5 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ റൈസൻസ് എല്ലാം നന്നായിട്ടൊന്ന് ബൾജായി വരികയും ചെയ്യും. നമ്മുടെ ഇതൊരു ഒരു സിറപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടുകയും ചെയ്യും കേട്ടോ. ആ ഒരു ടെക്സ്ചർ ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു കുറുകി നല്ല പരുവത്തിൽ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു 1/2 കപ്പ് തൈരാണ്, അധികം പുളിയില്ലാത്ത തൈര്, റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. അത് ബൗളിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 5-6 ഗ്രാമ്പു ആണ് കേട്ടോ. നമുക്ക് വേറെ മസാലകളൊന്നും ആഡ് ചെയ്യേണ്ട. ഗ്രാമ്പു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാം, നമ്മൾ തൈര് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ട്രെയിനർ, അതായത് ആ ഒരു ബൗളിലോട്ട് നമുക്ക് ഈ ഒരു പഞ്ചസാര മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ക്രീമി ടെക്സ്ചർ ആയതിനു ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മിശ്രിതം ബൗൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ ഈ ഒരു കേക്ക് ഗോതമ്പ് പൊടിയും കൊണ്ടാണ് തയ്യാറാക്കുന്നത്, വീറ്റ് ഫ്ലോറും കൊണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് പ്ലം കേക്കാണ് തയ്യാറാക്കുന്നത്. അതിനായി നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാനായിട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ഇനിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കാം. നന്നായിട്ട് ഇതുപോലെ തെള്ളിയെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ആ ഒരു ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ റെഡ് ട്യൂട്ടി ഫ്രൂട്ടി, ഒരു 3 ടേബിൾ സ്പൂൺ ഗ്രീൻ ട്യൂട്ടി ഫ്രൂട്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഒരു 1/2 കപ്പ് കാഷ്യൂനട്ടും ബാദാമും കൂടെ ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു നട്ട്സും ഫ്രൂട്ട്സും എല്ലാം അടിയിലോട്ട് പോയി കിടക്കില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമേ മാവിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ആ പൊടിയുടെ ബൗളൊന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തൈരും ആ ഒരു പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബൗളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഡേറ്റ്സും ആ കിസ്മിസിൻ്റെ മിശ്രിതം നമുക്ക് ഇതിലോട്ട് കാരമലൈസ്ഡ് ആയ സിറപ്പിൻ്റെ മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ആ ഒരു തൈരിലോട്ട് മിക്സ് ആകുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് ഗോതമ്പ് പൊടിയും ആ ഒരു ടൂട്ടി ഫ്രൂട്ടിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊടി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് പകുതി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ബാക്കി എല്ലാം കൂടെ പൊടികൾ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
നമ്മുടെ ബാറ്റർ ഇവിടെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു തിക്ക് കൺസിസ്റ്റൻസിലാണ് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുന്നത്. നോക്കിക്കോളൂ, ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമ്മുടെ ബാറ്റർ റെഡി ആവാൻ. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതും അതായത് നമ്മുടെ ബട്ടർ പേപ്പറും കൂടെ വെച്ചിരിക്കുന്ന കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്ലോർ ഒന്ന് ഡസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നട്ട്സൊക്കെ കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, കാണാൻ ഒരു ഭംഗിക്കായിട്ട് കേട്ടോ. കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം കാഷ്യൂ നട്ട്സ് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊരു കാണാനൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാഷ്യൂ നട്ട്സും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വാവ്, സൂപ്പർ! നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു വെസലിൽ ഉപ്പ് ലെയർ കൊടുത്ത് റിങ് ഇറക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മുടെ കേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു മണിക്കൂർ നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. പ്ലം കേക്ക് ആയതുകൊണ്ട് 1 മണിക്കൂറേലും എടുക്കും. ഓരോ ഫ്ലെയിമിൻ്റെ അനുസരിച്ച് അതിൻ്റെ ടൈം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ കേക്ക് ബേക്കായെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഹെവി ലോഡ് ജസ്റ്റ് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ടിന്നിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്കൊരു നൈഫ് ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ടൂത്ത് പിക്കോ നൈഫ് ഇതുപോലെ പ്രിക്ക് ചെയ്ത് നോക്കിക്കോളൂ. നല്ല ക്ലിയർ ആയിട്ട് തന്നെ നൈഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. സൈഡ്സ് എല്ലാം ഇതുപോലെ ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കിക്കോളൂ. ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു 5 to 10 മിനിറ്റ് ഒന്ന് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടീന് പുറത്തോട്ട് എടുത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്ക് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം ഡിമോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനായി നമുക്കൊരു ടവൽ വെച്ച് റാപ്പ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഗോതമ്പ് പൊടിയും കൊണ്ടാണ് തയ്യാറാക്കിയെന്ന് ആരും പറയില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ് നമ്മുടെ ഈ ഒരു കേക്ക്. നോക്കിക്കോളൂ, ആ ഒരു ടെക്സ്ചർ തന്നെ നല്ല രസമില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓവനിൽ ബേക്ക് ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഓവൻ സെറ്റപ്പിൽ തന്നെ ബേക്ക് ആയി കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം സ്പഞ്ചിനെസ്സും ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ പ്ലം കേക്ക് ലൈക്ക് എന്താ പറയുക, അത്രയ്ക്ക് സ്പഞ്ചി ഇല്ല, എന്നാലും ആ ഒരു ടൈപ്പിലല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതേ ഇതിൽ തന്നെ നമുക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു ടെക്സ്ചർ നോക്കിക്കോളൂ, ഈവൻലി എല്ലാ ഭാഗവും നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടിയും നട്ട്സും എല്ലാം നന്നായിട്ട് സ്പ്രെഡായി വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിക്കോളൂ. എല്ലാ ഭാഗവും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് നമ്മൾ പുറമിൽ നിന്ന് വാങ്ങുന്ന രീതിയിൽ തന്നെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റ് വേൾഡ് ചാനൽ ഒന്ന് ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടമ്പഴേ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ. At last, once again, wish you a Merry Christmas.